കരിമണൽ വിഷയത്തിൽ സർക്കാർ നിലപാടിനെതിരെ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ രംഗത്ത്. പ്രകൃതിക്ക് പോറൽ ഏൽക്കാതെ കരിമണൽ ഖനനം നടത്താമെന്ന് ജിജി തോംസൺ ഒരു ദിനപത്രത്തിന്റെ പ്രത്യേക പതിപ്പിൽ വെളിപ്പെടുത്തൽ നടത്തി. സർക്കാർ നിലപാടുകൾ വിഷയത്തിൽ പഠനം നടത്താതെയാണെന്നും ജിജി തോംസൺ കുറ്റപ്പെടുത്തുന്നു. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് ചീഫ് സെക്രട്ടറിയുടെ ഈ നിലപാട്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടിനെതിരെയാണ് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ രംഗത്ത് വന്നിരിക്കുന്നത്. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ അനുവദിക്കാൻ പാടില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കൊല്ലം മുതൽ ആലപ്പുഴ വരെ നീണ്ടുകിടക്കുന്ന കരിമണൽ ഖനനം നടത്താൻ വർഷങ്ങളായി അന്യസംസ്ഥാന ലോബിയും കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയും നീക്കം നടത്തിയിരുന്നു. ഒട്ടേറെ വിവാദങ്ങൾക്കിടയാക്കിയ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണ്. ഈ സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ലോബികൾക്ക് വേണ്ടി പരസ്യമായി നിലപാട് വെളിപ്പെടുത്തിയത്. ഒരു പ്രമുഖ സായാഹ്ന പത്രത്തിന്റെ പ്രത്യേക പതിപ്പിലാണ് ചീഫ് സെക്രട്ടറി തന്റെ നിലപാടുകൾ വിവരിക്കുന്നത്. ചോക്കുമലയിലിരുന്ന് ചോക്കന്വേഷിക്കുന്നവൻ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അഭിമുഖത്തിൽ ചീഫ് സെക്രട്ടറി ഇങ്ങനെ പറയുന്നു: പെട്രോൾ മൈനിംഗ് പോലെ ദുഷ്കരമായ ഒന്നല്ല കരിമണൽ ഖനനം. പ്രകൃതിക്ക് പോർലേൽക്കാതെ ധാതുസമ്പത്ത് സംസ്കരിക്കാനും പ്രയോജനപ്പെടുത്താനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനു പകരം വിഷയം പഠിക്കാതെ അതിനെതിരെ അന്ധമായ നിലപാട് സ്വീകരിക്കുന്നത് നാടിന് ഗുണകരമല്ലെന്നും ചീഫ് സെക്രട്ടറി പറയുന്നു. സംസ്ഥാന നിലപാട് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ വിഷയത്തിലെ ചീഫ് സെക്രട്ടറിയുടെ വിരുദ്ധാഭിപ്രായം ഏറെ ഗൗരവമേറിയതാണ്. ഭരണതലത്തിൽ ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ അനാവശ്യ ഇടപെടലുകൾക്കെതിരെ മന്ത്രിസഭയിലടക്കം അമർഷം പുകയുന്നതിനിടെയാണ് സർക്കാരിനെതിരായ പുതിയ നിലപാട്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. മൂന്നാറിൽ തോട്ടം തൊഴിലാളികൾ നടത്തുന്ന ഉപരോധ സമരം തുടരും. കളക്ടറുമായി സമരക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഞായറാഴ്ച വീണ്ടും ചർച്ച നടത്തും. ബോണസും കൂലിവർദ്ധനയും ആവശ്യപ്പെട്ടാണ് 10,000-ഓളം വരുന്ന സ്ത്രീ തൊഴിലാളികൾ സമരരംഗത്തുള്ളത്. വിവരങ്ങളുമായി സമീർ ചേരുന്നു. സമീർ, വിവരങ്ങൾ. ഈ സമരം അക്രമാസക്തമായ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇന്ന് കളക്ടർ ഇവരുമായി ചർച്ച നടത്തുന്നത്. എന്നാൽ ചർച്ച ഒന്നിലും തന്നെ ഒരു വ്യക്തമായ തീരുമാനത്തിലെത്താൻ കഴിയാതെ തിരികുകയാണ് ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 7 ദിവസം പിന്നിട്ട സമരം നാളെയും തുടരും, അല്ലെങ്കിൽ വരും ദിനങ്ങളിലും തുടരുക തന്നെ ചെയ്യും എന്നുള്ള നിലപാടിൽ തൊഴിലാളികൾ എത്തിയിരിക്കുന്നു. പ്രധാനമായും 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളികൾ സമരം നടത്തുന്നത്. അവരുടെ ബോണസ് 20% ഉയർത്തുക, അതോടൊപ്പം തന്നെ അവരുടെ ദിനവേതനം 500 രൂപയാക്കി ഉയർത്തുക. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. എന്നാൽ ഈ സമരത്തോട് പൂർണ്ണമായും മുഖം തിരിച്ച ഒരു നിലപാടാണ് സർക്കാരും ജില്ലാ ഭരണകൂടവും അതിലുപരി കണ്ണൻദേവൻ മിൽ പ്ലാന്റിന്റെ മാനേജ്മെന്റും തുടരുന്നത്. ഈ പശ്ചാത്തലത്തിൽ തുടർന്ന സമരം ഇനിയും ശക്തമാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നു. പ്രധാനമായും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയ പ്രകാരമാണ് തൊഴിലാളികളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ എഴുതി തയ്യാറാക്കും. ആ എഴുതി തയ്യാറാക്കുന്ന റിപ്പോർട്ട് ഞായറാഴ്ച തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണിന് നൽകും. ഈ ചർച്ചയുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ വി രതീശൻ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്ലാന്റേഷൻ ഉടമകൾ മറ്റൊരു നിലപാടുമായിട്ട് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്ലാന്റേഷൻ ഉടമകൾ. പ്രധാനമായും ഈ സാമ്പത്തിക വർഷത്തിൽ വലിയ തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ തോട്ടം ഉടമകളുടെ ഈ നിലപാടുകളെ, ഈ ആവശ്യങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നു. ഈ 2 തോട്ടം ഉടമകളും തോട്ടം തൊഴിലാളികളും 2 വശങ്ങളിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇനി ചർച്ച നടക്കാനിരിക്കുന്നത്. അത് എത്രമാത്രം ഫലപ്രദമാകും, ഈ സമരത്തെ ഏത് വിധത്തിൽ അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇടുക്കിയിൽ നിന്നും സമീർ. മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ നടത്തുന്ന സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ CPIM ഇക്കാര്യത്തിൽ ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ സമരത്തോട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ന്യായീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. മൂന്നാറിൽ തോട്ടം തൊഴിലാളി നടത്തുന്ന സമരത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് VM സുധീരനും ആവശ്യപ്പെട്ടു. മൂന്നാറിലെ ഈ പ്രശ്നമുണ്ടാക്കിയതിന് പൂർണ്ണമായ ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനാണ്. ഈ പ്രശ്നത്തിൽ അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടണം. പ്രശ്നം അവിടെ പരിഹരിക്കണം. തൊഴിലാളികളുടെ സ്ഥിതി വളരെ കഷ്ടമാണ് അവിടെ. ആ സാഹചര്യത്തിൽ തൊഴിലാളികൾ നടത്തുന്ന സമരത്തെ കണ്ടില്ലെന്നടിക്കാൻ പാടില്ല. അത് സമാധാനപരമായി നടക്കുന്ന ആ സമരത്തെ ഈ തരത്തിൽ അവഗണിച്ചുകൊണ്ട് നിരുത്തരവാദപരമായ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റും ഗവൺമെന്റും അത് ഉടനടി തിരുത്തിയില്ലെങ്കിൽ ആ സമരത്തിന്റെ മുമ്പിലേക്ക് ഞാൻ തന്നെ എത്തിച്ചേരും എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്. നടത്തുന്ന സമരം, അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ്. എത്രയും പെട്ടെന്ന് അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ശരിയായ കാര്യം. കണ്ണൻദേവൻ കമ്പനി ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള
സമീപനം ഒട്ടും ശരിയല്ല. അവരിൽ അർപ്പിതമായ ഉത്തരവാദിത്തം നിറവേറ്റാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ സർക്കാർ വളരെ ശക്തമായും ഫലപ്രദമായും ഈ കാര്യത്തിൽ ഇടപെട്ട് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതിന് എത്രയും വേഗത്തിൽ തന്നെ നടപടികളുമായി മുന്നോട്ട് പോകണം. തലസ്ഥാനത്ത് സെക്യൂരിറ്റി ജീവനക്കാരൻ ആക്രമിക്കപ്പെട്ട കേസിൽ വാദിയെ പ്രതിയാക്കി പോലീസ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന നിസാം മോഡൽ ആക്രമണത്തിലാണ് സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തത്. വട്ടിയൂർക്കാവ് പോലീസാണ് കേസെടുത്തത്. പ്രതിയായ പ്രമുഖ ബിൽഡറുടെ മകൻ ശിവ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ സുഖവാസത്തിലാണ്. സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. മർദ്ദനമേറ്റ വിൻസെന്റിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പൈപ്പമൂട് ഹീര അപ്പാർട്ട്മെന്റ്സിലെ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനമേറ്റത് 2 ദിവസം മുമ്പാണ്. ഗാർഡ് റൂമിൽ ഏൽപ്പിച്ചിരുന്ന താക്കോൽ ഫ്ളാറ്റിലെ താമസക്കാരനായ ശിവ സെക്യൂരിറ്റി വിൻസെന്റിനോട് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. അത് നിഷേധിച്ചതിനെ തുടർന്ന് സെക്യൂരിറ്റിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നിരവധി സ്ത്രീകൾ നോക്കി നിൽക്കെ കസേര ഒടിയും വരെയാണ് വിൻസെന്റിനെ മർദ്ദിച്ചത്. ഈ സംഭവത്തിൽ പിറ്റേ ദിവസം തന്നെ വട്ടിയൂർക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതി ഉന്നത സ്വാധീനമുള്ള ആളായതിനാൽ അറസ്റ്റിന് മടിക്കുകയാണ്. പ്രതിയായ ശിവ തലസ്ഥാനത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് പോലീസ് നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. ശരീരത്ത് ഒരു പരിക്ക് പോലുമില്ലാത്ത പ്രതി സ്വകാര്യ ആശുപത്രിയിൽ സുഖവാസത്തിലാണ്. തലസ്ഥാനത്തെ പ്രമുഖ ബിൽഡറായ ശിവാജി അപ്പാർട്ട്മെന്റ്സ് ഉടമ ശിവജിയുടെ മകനാണ് പ്രതിയായ ശിവ. ഈ ഉന്നത ബന്ധം മൂലമാണ് വാദിയെ പ്രതിയാക്കി പോലീസ് കേസെടുക്കാൻ കാരണം. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. IS ബന്ധം ആരോപിച്ച് UAE നാടുകടത്തിയ യുവതി നിക്കി ജോസഫ് ഹൈദരാബാദിൽ പിടിയിൽ. നിക്കി ആളുകളെ ISലേക്ക് ആകർഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. അതിനിടെ സംഘർഷഭരിതമായ യമനിൽ നിന്ന് കാണാതായ 7 ഇന്ത്യക്കാരിൽ 6 പേർ മരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അബ്ഷ ജബീൻ എന്ന നിക്കി ജോസഫിനെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാജീവ് ഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ചാണ് നിക്കി പോലീസ് പിടിയിലായത്. ഈ വർഷം ജനുവരിയിൽ IS ബന്ധത്തിന്റെ പേരിൽ പിടിയിലായ മുഹ്ദീൻ സൽമാൻ എന്ന യുവാവുമായി നിക്കി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി കണ്ടെത്തിയിരുന്നു. സിറിയയിൽ പോയി ISൽ ചേരാൻ ശ്രമിക്കുന്നതിനിടെയാണ് സൽമാൻ പിടിയിലായത്. ഹൈദരാബാദിൽ നിന്നും സൽമാൻ ദുബൈയിലെത്തി നിക്കിയെ കണ്ട ശേഷം ISൽ ചേരാനായിരുന്നു പദ്ധതിയിട്ടത്. ഓൺലൈനിലൂടെ ISനായി റിക്രൂട്ട്മെന്റ് നടത്തിയതിൽ നിക്കിക്കും പങ്കുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. നിക്കി ഇന്ത്യക്കാരിയാണോ എന്ന കാര്യവും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അവസാനമായി ദുബൈയിലേക്ക് പോയത് ഹൈദരാബാദിൽ നിന്നായതിനാലാണ് ഇന്ത്യയിലേക്ക് UAE നിക്കിയെ നാടുകടത്തിയത്. ഇതിനിടയിൽ കശ്മീരിൽ വിഘടനവാദികൾ വീണ്ടും IS പതാകയും പാക് പതാകയും ഉയർത്തി പ്രകോപനം തുടരുകയാണ്. യമനിൽ സൗദി സഖ്യസേന നടത്തിയ വ്യോമാക്രമണത്തിൽ കാണാതായ 7 ഇന്ത്യക്കാരിൽ 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. സൗദി സഖ്യസേന വ്യോമാക്രമണം നടത്തി തകർത്ത 2 ബോട്ടുകളിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മരിച്ചവർ ഗുജറാത്തുകാരാണെന്നാണ് സൂചന. മൃതദേഹങ്ങൾ യമനിലെ സൈനിക ആശുപത്രിയിൽ എത്തിച്ച ശേഷം മതാചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്. ചന്ദ്രശേഖരൻ വധശ്രമ ഗൂഢാലോചന കേസ് കോടതി തള്ളി. ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതുകൊണ്ടാണ് കോഴിക്കോട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിചാരണ പോലുമില്ലാതെ കേസ് തള്ളിയത്. കേസിൽ ഉൾപ്പെട്ട 14 പേരെയും കോടതി കുറ്റവിമുക്തരാക്കി. ചോമ്പാല പോലീസ് 2012 രജിസ്റ്റർ ചെയ്ത ചന്ദ്രശേഖരൻ വധശ്രമ ഗൂഢാലോചന കേസാണ് കോഴിക്കോട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട 14 പേർ കോടതിയെ സമീപിച്ചിരുന്നു. ഇവർ സമർപ്പിച്ച 4 ഹർജികൾ പരിഗണിച്ച് കേസ് തള്ളിയ കോടതി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടവരെ പൂർണ്ണമായും കുറ്റവിമുക്തരാക്കി. 2009 ചന്ദ്രശേഖരനെ വരിക്കാൻ പാർട്ടി ഓഫീസിനകത്ത് ആയുധങ്ങൾ ശേഖരിച്ച് 2 തവണ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കേസ്. എന്നാൽ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ ശക്തമായ സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നില്ല. കുറ്റപത്രവും കോടതിയിൽ ഹാജരാക്കിയ രേഖകളും സാക്ഷിമൊഴികളുമെല്ലാം വിശദമായി പരിശോധിച്ചാൽ കേസ് നിലനിൽക്കില്ലെന്ന കാര്യം കോടതിക്ക് ബോധ്യപ്പെടുമെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകരുടെ പ്രധാന വാദം. കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ ഫോൺ രേഖകളോ മറ്റ് തെളിവുകളോ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. മതിയായ തെളിവുകൾ പോലുമില്ലാതെ വൃഥാശ്രമമാണ് കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ നടത്തുന്നതെന്ന് കേസ് തള്ളിക്കൊണ്ടുള്ള കോടതി ഉത്തരവിൽ പറയുന്നു. പ്രതിഭാഗം അഭിഭാഷകൻ അരുൺ. കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ചാർജിൻ്റെ കൂടെ സമർപ്പിച്ചിട്ടുള്ള മൊഴികളും മറ്റ് രേഖകളും മൊത്തമായി അതിൻ്റെ ഒറിജിനൽ അന്തസത്തിലോടുകൂടി ഉൾക്കൊണ്ടാൽ പോലും വിചാരണയ്ക്ക് യോഗ്യമായ ഒരു രേഖയോ ഒരു സാക്ഷിമൊഴിയോ ഇതിൻ്റെ അകത്ത് ഹാജരാക്കിയിട്ടില്ല എന്നുള്ള ഡിഫൻസിൻ്റെ വാദം പരിപൂർണമായും കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കോടതി ഉത്തരവ് പരിശോധിച്ച് കേസിൽ അപ്പീൽ പോകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കുമാരൻകുട്ടി പറഞ്ഞു. ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രേരിതമായി കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നുവെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു. ഈ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് ഗൂഢാലോചന കേസ് വിചാരണ പോലും കൂടാതെ കോടതി തള്ളിയിരിക്കുന്നത്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കൊച്ചിയിൽ മതനിരപേക്ഷ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. തത്സമയ സംരക്ഷണം. സംഘപരിവാറിന്റെ ബലത്തിലല്ല ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഇതുപോലുള്ള മഹാന്മാർ ഉയർത്തിപ്പിടിച്ചത്. ഇപ്പോൾ വിവേകാനന്ദന് സംഘപരിവാറിന് ആവശ്യമില്ല. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ വക്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കാനാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത്. എന്നാൽ ശ്രീനാരായണ ഗുരു എഴുതിയതും പറഞ്ഞതുമൊക്കെ വീണ്ടും വീണ്ടും വായിക്കാനും പ്രചരിപ്പിക്കാനും ഇപ്പോഴത്തെ വിവാദങ്ങൾ സഹായകരമായിരിക്കുകയാണ്. വിവേകാനന്ദനെ പോലെ ശ്രീനാരായണ ഗുരുവിൻ്റെയും ആശയങ്ങൾ ശരിയായ അർത്ഥത്തിൽ ജനങ്ങളിലെത്തുമ്പോൾ ഗുരുവിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്ന വർഗീയവാദികളും ഈ കേരളത്തിൽ ഒറ്റപ്പെടാൻ പോവുകയാണ്. കേരള നവോത്ഥാനത്തിൻ്റെ രാജശില്പിയാണ് ശ്രീനാരായണ ഗുരു. അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക്, ദളിതർക്ക് ക്ഷേത്രത്തിന് പ്രവേശനം നൽകി എന്നതിൻ്റെ പേരിൽ ഗുരുവിനെ ചില ഈഴവ പ്രമാണിമാർ തന്നെ ക്രിമിനൽ കേസിൽ കുടുക്കിയ ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രമാണിമാർക്ക് അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രഭ മാത്രം മതി, ആദർശങ്ങൾ ആവശ്യമില്ല. ഇന്നും അത് തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു തൻ്റെ പിന്തുടർച്ചയ്ക്കായി നിശ്ചയിച്ചത് സന്യാസി സമൂഹത്തെയാണ് ധർമ്മങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രീനാരായണ ഗുരു ഏൽപ്പിച്ചത്. പലമതസാരവുമേകം എന്ന തത്വം ഉയർത്തിപ്പിടിക്കുകയും നവോത്ഥാന നായകരുടെ ദർശനങ്ങൾ തിരിച്ചറിയുകയും ചെയ്താൽ മാത്രമേ ഈ വർഗീയതയ്ക്കെതിരായ പോരാട്ടം തത്വശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സംസ്ഥാനത്ത് ശക്തമായ മഴ 3 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അന്തരീക്ഷ ചുഴിയാണ് മഴയ്ക്ക് കാരണം. ജലനിരപ്പ് ഉയർന്നതോടെ നെയ്യാർ ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. നെയ്യാർ ഡാമിന്റെ ഇരുതീരത്തുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ അന്തരീക്ഷ ചുഴി രൂപം കൊണ്ടത് സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടാൻ ഇടയാക്കി. ഒറീസ, ആന്ധ്ര തീരത്താണ് അന്തരീക്ഷ ചുഴി നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ 3 ദിവസത്തേക്ക് കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഒപ്പം തന്നെ പലയിടങ്ങളിലും റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളോട് ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ബീഹാറിൽ പ്രചരണത്തിന് ചൂടുപിടിച്ചു. 32 ദിവസത്തിന് ശേഷം നടക്കുന്ന ആദ്യഘട്ട വോട്ടെടുപ്പിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികൾ ആരംഭിച്ചു. അതേസമയം സീറ്റ് വിഭജനം പൂർത്തിയാകാത്തത് BJP നയിക്കുന്ന NDA മുന്നണിയുടെ പ്രചരണത്തെ സാരമായി ബാധിക്കുകയാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വിഭിന്നമായ മുന്നണി കൂട്ടുകെട്ടുകളാണ് ഇത്തവണ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഗോതയിലുള്ളത്. രാഷ്ട്രീയ വൈര്യം മറന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും ചേർന്ന് രൂപീകരിച്ച സഖ്യം ഒരു ഭാഗത്തും നരേന്ദ്രമോദി നേരിട്ട് മത്സരം നയിക്കുന്ന NDA മുന്നണി മറുഭാഗത്തുമായി മത്സരിക്കുന്നു. ഇരുമുന്നണികളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ നടത്തുന്ന പ്രചരണത്തിൽ പ്രഥമ പരിഗണന ജാതി സമവാക്യങ്ങൾക്കു തന്നെ. നിതീഷ് ലാലു സഖ്യത്തിലെ വിശാല മതേതര മുന്നണിയിൽ പ്രധാന ഘടകകക്ഷിയായി കോൺഗ്രസുമുണ്ട്. ആദ്യഘട്ടത്തിൽ ഒപ്പമുണ്ടായിരുന്ന മുലായം സിംഗിന്റെ സമാജ്വാദിയും ശരത് പവാറിന്റെ NCPയും പല ഘട്ടത്തിൽ മുന്നണി വിട്ടെങ്കിലും സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കി പ്രചാരണം ഒരുപടി മുന്നിലാക്കാൻ മതേതര സഖ്യമെന്ന പഴയ ജനതാ പരിവാർ കൂട്ടുകെട്ടിന് കഴിഞ്ഞു. അതേസമയം മറുഭാഗത്ത് NDA മുന്നണിയുടെ തേര് തെളിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട്. ബീഹാറിലെ BJP മുഖമായി അറിയപ്പെടുന്ന മുതിർന്ന നേതാവ് സുശീൽ കുമാർ മോദിയെ സൈഡിലിരുത്തി കേന്ദ്രമന്ത്രി അനന്ത്കുമാറിനെയാണ് രാഷ്ട്രീയ ചർച്ചകൾക്കായി നരേന്ദ്രമോദി നിയോഗിച്ചിരിക്കുന്നത്. രാംവിലാസ് പാസ്വാന്റെ LJP, ഉപേന്ദ്ര കുശ്വാഹിന്റെ RLSP, പിന്നെ നിതീഷ് കുമാറിന്റെ പഴയ വിശ്വസ്തനും മുഖ്യമന്ത്രിയുമായിരുന്ന ജിതൻ റാം മാഞ്ചിയുടെ HAM ചേർന്നാണ് NDA മുന്നണി. ഇവർക്കിതുവരെ സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 160 സീറ്റിൽ മത്സരിക്കാൻ BJP ആഗ്രഹിക്കുന്നു. എന്നാൽ 80 സീറ്റിൽ കുറഞ്ഞതൊന്നും രാംവിലാസ് പാസ്വാനും മാഞ്ചിയും സമ്മതിക്കുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തീവ്ര ശ്രമം അമിത്ഷാ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ, ധനസഹായം തുടങ്ങിയവയെല്ലാം നരേന്ദ്രമോദി ബീഹാറിനായി വാരിക്കോരി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവയെല്ലാം വോട്ടായി വീഴുമെന്ന പ്രതീക്ഷയിലാണ് NDA. അതേസമയം സംസ്ഥാന ഭരണ തുടർച്ചയ്ക്ക് ഒരു വോട്ട് എന്ന മുദ്രാവാക്യമാണ് നിതീഷ് കുമാർ ഉയർത്തുന്നത്.
ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. വാർത്തകളിലേക്ക്. കേരള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രൂപം നൽകിയ കേരള കേബിൾ ടി വി കമ്മ്യൂണിക്കേറ്റേഴ്സ് ലിമിറ്റഡിന്റെ സംസ്ഥാനതല സംരംഭക കൺവെൻഷൻ നാളെ കാഞ്ഞങ്ങാട്ട് നടക്കും. രാവിലെ 10-ന് ആകാശ് ഓഡിറ്റോറിയത്തിൽ പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ കുറഞ്ഞ ചെലവിൽ ബ്രോഡ്ബാൻഡ് ലഭ്യമാക്കുന്ന പദ്ധതി മംഗലൂരു MD നളിൻകുമാർ കട്ടീൽ നിർവഹിക്കും. ഇ ചന്ദ്രശേഖരൻ MLA, നഗരസഭാ അധ്യക്ഷ K ദിവ്യ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും.